അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏറെ സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പുണ്യ ശഅബാനിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവിലാണ് നമ്മളുള്ളത്. ഒരു ഇരട്ടി മധുരാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാസമെന്ന് പുണ്യനബി പരിചയപ്പെടുത്തിയൊരു മാസം, അതുപോലെ അവിടുത്തെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാവ്, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വല്ലാത്തൊരു ഇരട്ടി മാധുര്യമാണ്. മുത്ത് ഹബീബിനെ പ്രണയിക്കുന്നവർക്ക്, അള്ളാൻ്റെ ഹബീബിനെ സ്നേഹിക്കുന്നവർക്ക് ഇതിലപ്പുറം എന്ത് മധുരമുണ്ടാകാനാണ്. അതുകൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് ഹൃദ്യമായി തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് നമുക്ക് പാരായണം ചെയ്യണം. വേണ്ടേ? ഒരു മുത്തുനബി തങ്ങളുടെ മദ്ഹ് പാരായണം ചെയ്തിട്ട് നമുക്ക് ഓതേണ്ട കാര്യങ്ങളിലേക്കൊക്കെ കടക്കാം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തം തരട്ടെ. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗലിദ് മദ്ഹുള്ളൊരു വീട്, ആ വീട്ടിൽ പിന്നെ വേറെ വിളക്ക് വേണ്ട. കാവലാണ് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, പൈശാചികതകളിൽ നിന്നും ഒക്കെ കാവലാണ് മുത്തുനബി തങ്ങളുടെ മൗലിദ്. ആ നല്ല ബോധ്യത്തിൽ തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുടെ അല്പം മദ്ഹ് നമുക്കൊന്ന് ചൊല്ലാം. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي أنت منجينا غدا من شفاعتك صفا من لنا مثلك يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي ارتكبت على الخطأ غير حصر وعدد لك أشكو فيه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطاحي والحبيب العربي إننا نرجو إلى كأس حوضك للعطاش يوم نشر كتابي يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الشفاعة هب لنا في القيامة مشفقا وأهلنا إلا يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ.
അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വല്ലാത്തൊരു ഒരു സങ്കടത്തിലാണ് പല ആളുകളും. എന്തോരം കമന്റുകളാണ് അല്ലേ? പ്രയാസങ്ങൾ നീങ്ങാൻ ദുആ കൊണ്ട് വസിയ്യത്ത്, കുടുംബ പ്രശ്നങ്ങൾ, മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര മാതാപിതാക്കളല്ലേ? കുടുംബങ്ങളിൽ പോലും പലരെയും വിശ്വസിച്ച് ഒന്ന് കൂടെ നിർത്താൻ പറ്റാത്ത അവസ്ഥയായി പോയി ഇന്ന്. എല്ലായിടത്തും ചതിയും പ്രശ്നങ്ങളും. എപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ആ ഒരു ഐക്യം വേണം കേട്ടോ. പരസ്പരം മനസ്സിലാക്കി ജീവിക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലായിടത്തും സമാധാനം തരട്ടെ. പ്രത്യേകിച്ച് പുണ്യ ശഅബാനിലെ ആദ്യത്തെ 15 രാത്രികളിൽ എപ്പോഴും നമ്മൾ പറയുന്ന കാര്യമാണ്, സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 8 ആയത്ത് 15 തവണ ഊതിയിട്ട് എന്ത് ചോദിച്ചാലും അല്ലാഹു തരുമെന്ന്. നഷ്ടപ്പെടുത്തി കളയരുത്. എന്ത് ചോദിച്ചാലും കിട്ടും. നമ്മുടെ മനസ്സിങ്ങനെ പൊട്ടിയിട്ട് ഓതണം. ഇത് ഓതുമ്പോൾ മനസ്സങ്ങ് പൊട്ടണം. എൻ്റെ റബ്ബുൽ ആലമീനോട് ഞാൻ ചോദിച്ചാൽ എൻ്റെ റബ്ബ് എനിക്ക് തരുമെന്ന ഉറച്ച ബോധ്യത്തിൽ തന്നെ ഈ 8 ആയത്തുകൾ 15 തവണ നമുക്ക് ഓതണം. നമുക്ക് ഒരുമിച്ചൊന്ന് ഓതാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹാമീം വൽ കിതാബിൽ മുബീൻ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين
إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا
أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حاميم والكتاب المبين
أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم أمرا من عندنا إنا كنا مرسلين رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ കൂട്ടത്തിലെ ഒരുപാട് രോഗികളുണ്ട് അല്ലേ?
ക്യാൻസർ കൊണ്ട് ട്യൂമർ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരടക്കം. ഒരു ചെറിയ കുഞ്ഞ് ക്യാൻസർ ബാധിച്ച് അതുപോലെ തന്നെ തലയിൽ ട്യൂമർ ബാധിച്ചൊക്കെ പ്രയാസപ്പെടുന്ന ഒരു കാര്യം പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ്ണ ശിഫ തരട്ടെ. ഒരുപാട് രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, എപ്പോഴും വേദന, എപ്പോഴും പരിഭവങ്ങളാണ് നമ്മളിൽ പല ആളുകൾക്കും അല്ലേ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ മാറാൻ നമുക്ക് അല്പം ഒരു 11 തവണ സ്വലാത്തു തിബ്ബ്, സ്വലാത്തു തിബ്ബ് വല്ലാത്ത മഹത്വമുള്ളൊരു സ്വലാറ്റാണ്. എല്ലാ രോഗത്തിനും പരിഹാരമേകുന്ന സ്വലാറ്റാണ്. ആ സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലാലോ അല്ലേ? ഒരു 11 പ്രാവശ്യം ഒന്ന് ചൊല്ലിക്കൂടെ? എന്നോടൊപ്പം നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. അല്ലാഹു അല്ലാഹു ഈ സ്വലാത്തിന്റെ ഫലമെന്നോണം. പ്രത്യേകിച്ച് പുണ്യ ശഅബാനിലെ തിങ്കളാഴ്ച രാവും കൂടെ ആണല്ലോ, അതും ആദ്യത്തെ തിങ്കളാഴ്ച രാവാൻ. അപ്പോൾ ആ ഒരു പ്രത്യേകത കണക്കിലെടുത്ത് തന്നെ നമ്മൾ പാരായണം ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ എല്ലാ അസുഖങ്ങൾക്കും ശമനം തരട്ടെ. ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ഒരു അണുവെങ്ങാനും നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് പടച്ചോനെ നീ അത് ബാത്തുലാക്കി കളയണേ അല്ലാഹ്. എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞ് 11 തവണ നമുക്കൊന്ന് ചൊല്ലാം. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ മുത്തുനബി തങ്ങളുടെ മദ്ഹ് ചൊല്ലി, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു, അതുപോലെ സ്വലാത്ത് ചൊല്ലി. അൽഹംദുലില്ലാഹ്, അല്പനേരാണ് നമ്മൾ ഇരുന്നതെങ്കിലും ഈ ഇരിക്കുന്ന ഇരുത്തം ഒരു മുതലാണ്. ഇതൊരു മുതലാണെന്നേ. ഒരുപാട് നമ്മളിങ്ങനെ വെറുതെ അർത്ഥം മനസ്സിലാക്കാതെ കുറേ ഇങ്ങനെ ദിക്ർ ചൊല്ലി പോകുന്നതിനേക്കാളും മുത്ത് ഹബീബിന്റെ മദ്ഹും പരിശുദ്ധ ഖുർആൻ പാരായണവും അല്പം സ്വലാത്തും ഒക്കെ ആയിട്ട് ഇരുന്നാൽ തന്നെ അൽഹംദുലില്ലാഹ് അത് മതി. നമ്മുടെ ജീവിതം മാറി മറിയാൻ അത് മതി. ജീവിതത്തിലെ പ്രയാസങ്ങൾ നീങ്ങാൻ അത് മതി. പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവും കൂടെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പടച്ചോൻ കബൂൽ ചെയ്യട്ടെ, പടച്ചോൻ കബൂൽ ചെയ്യട്ടെ. എത്ര സങ്കടങ്ങളാണ് ഓരോരുത്തരും കമന്റ് ചെയ്തിട്ടുള്ളത്. എല്ലാ സങ്കടങ്ങൾക്കും കരുണക്കടലായ തമ്പുരാനെ നീ പരിഹാരം തരണയല്ല, നീ പരിഹാരം തരണയല്ല. മനസ്സറിഞ്ഞ് അതുപോലെ തന്നെ നമ്മുടെ ഹദിയ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. യാ റബ്ബനാ, എത്ര പേരാണ് റബ്ബേ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്നത്. അവരുടെയൊക്കെ സങ്കടങ്ങൾ ഈ ഹദിയയുടെ ബറക്കത്ത് കൊണ്ട് നീ മാറ്റിക്കൊടുക്കണയല്ല. അവരുടെ ജീവിതത്തിലുടനീളം ബറക്കത്ത് ചെയ്യണയല്ല. നാളെ പരലോകത്തും സന്തോഷം തരണയല്ല. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ല തമ്പുരാനെ. ഇതിന്റെ മിസ്ൽ സവാബിന്റെ ഹബീബിന്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് യാ റബ്ബനാ ഞങ്ങൾക്ക് സമാധാനം തരണേ അല്ലാഹ്. പലവിധ വേദനകൾ അനുഭവിക്കുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. യാ റബ്ബനാ എല്ലാ വേദനകൾക്കും ശമനം തരണേ അല്ലാഹ്, പരിഹാരം തരണേ അല്ലാഹ്. നിന്നെ പ്രണയിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഖൽബിൽ നിന്നോടുള്ള സ്നേഹം തരണേ അല്ലാഹ്. ആരംഭപ്പൂവായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ തരണേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ, നീ കൈവെടിഞ്ഞാൽ പോകാൻ ഒരിടമില്ല അല്ലാഹ്. എത്ര അസുഖബാധിതരാണ്. യാ റബ്ബനാ പരിപൂർണ്ണ ശിഫ തരണേ തമ്പുരാനെ. ക്യാൻസർ തരല്ലയല്ല, ട്യൂമർ തരല്ലയല്ല, അറ്റാക്ക് തരല്ലയല്ല, കിഡ്നി രോഗം തരല്ലയല്ല, ലങ്സ് തകരാറിലാകുന്ന അവസ്ഥയിൽ നിന്ന് കാവലേകണയല്ല. അത്തരം അസുഖങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ആരെങ്കിലും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, കുടുംബത്തിലുണ്ടെങ്കിൽ പരിപൂർണ സൗഖ്യം നീ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ബന്ധങ്ങളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അയൽപക്ക ബന്ധങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, റാഹത്ത് നൽകണേ അല്ലാഹ്. കുടുംബ പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട്, പരസ്പര സ്നേഹവും വിശ്വാസവും നൽകണേ അല്ലാഹ്. അവിഹിത ബന്ധങ്ങളിൽ പെട്ടുപോയവരുണ്ട്, നന്മയിൽ നടത്തണേ അല്ലാഹ്. ഖൈറായ വഴി കാണിക്കണേ അല്ലാഹ്. പിശാചിന്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വീട്ടിൽ സ്വസ്ഥതയില്ലാത്തവർ, എന്നുമെന്നും രോഗമാണെന്ന പരാതിയുള്ളവർ, യാ റബ്ബനാ, യാ റബ്ബനാ എല്ലാ പൈശാചികതകളിൽ നിന്നും കാവലേകണേ അല്ലാഹ്. നീ കാവലേകണേ തമ്പുരാനെ. കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിന്നോടല്ലാതെ ആരോട് ചോദിക്കാനാണ് റബ്ബേ. ഞങ്ങളുടെ റബ്ബ് നീയാണല്ലോ അല്ലാഹ്. നിന്റെ ഔലിയാഇന്റെ ബറക്കത്ത് കൊണ്ട് നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്, നീ ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. നിന്നോടുള്ള മഹബ്ബത്ത് തരണേ അല്ലാഹ്, നിന്റെ നൂറാനിയത്ത് തരണേ അല്ലാഹ്, നിന്റെ മഅരിഫത്ത് തരണേ അല്ലാഹ്, നിന്റെ ഹബീബിന്റെ മഹബ്ബത്ത് തരണേ അല്ലാഹ്, അവിടുത്തെ തിരുദർശനം തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് നീ മുഖം തിരിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഉപ്പാനെയും ഉമ്മാനെയും ആക്രമിക്കുന്ന മക്കളാക്കല്ലേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ പടച്ചവനെ, ഞങ്ങളുടെ കൽബകം വിങ്ങുകയാണ് അല്ലാഹ്. പലരുടെയും മക്കൾ വഴികേടിലാണ് റബ്ബേ, നീ നേർവഴി കാണിക്കണേ അല്ലാഹ്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി പോകുന്ന അവസ്ഥകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, ഈ ഉസ്താദുമാർക്ക് വീട് വെച്ച് നൽകുന്നതിലേക്ക് ഹദിയ ചെയ്തതിന്റെ ഫലം എന്നോണം ഞങ്ങളുടെ പൊന്നുമക്കളെ നീ നന്നാക്കണേ അല്ലാഹ്, നേർവഴിയിലാക്കണേ അല്ലാഹ്, ഉപകാരമുള്ള മക്കളാക്കണേ അല്ലാഹ്, ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സന്താനങ്ങളാക്കണേ അല്ലാഹ്. യാ റബ്ബനാ, യാ റബ്ബനാ മക്കളില്ലാതെ വേദനിക്കുന്നവരുണ്ട്, സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നീ കൊടുക്കണേ അല്ലാഹ്. ഗർഭിണികളുണ്ട്, സുഖപ്രസവം നൽകണേ അല്ലാഹ്.
അർഹമുർ-റഹീമായ റബ്ബേ, വീടില്ലാത്തവർ വീടെന്ന സ്വപ്നം കണ്ട് കാത്തിരിക്കുന്നവർ ഹൈറായ ഭവനം തരണേ അല്ലാ. നിർമ്മാണത്തിലിരിക്കുന്നത് എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ തൗഫീക്ക് കൊടുക്കണേ അല്ലാ. എത്രയെത്ര പ്രവാസികളാണ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുള്ളത്. യാ റബ്ബനാ യാ റബ്ബനാ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണെന്ന് നിനക്കറിയാമല്ലോ റബ്ബേ. പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാ, സങ്കടങ്ങൾ അകറ്റണേ അല്ലാ, കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ഹൈറായ തൊഴിൽ കൊടുക്കണേ അല്ലാ. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട്, എളുപ്പമാക്കണേ അല്ലാ. യാ റബ്ബനാ, വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വിവാഹമുറപ്പിച്ചവരുണ്ട്, ഭംഗിയായി നടത്താൻ തൗഫീഖ് നൽകണേ അല്ലാ. മരിക്കുന്നതിന് മുൻപ് നിന്റെ പുണ്യഭൂമിയിൽ വന്നണയാൻ കൺകുളിർക്കേ കഅബാലയമൊന്ന് കാണാൻ. എല്ലാത്തിലുമുപരി ഹബീബായ താജ്ദാരേ മദീന, സയ്യിദുൽ കായിനാത്ത് അഷ്റഫുൽ മുർസലീൻ, സയ്യിദുസ് സഖലൈൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗളയൊന്ന് കാണാൻ, കൺകുളിർക്കെ കാണാൻ, കൊതി തീരുവോളം കാണാൻ, കോടാനുകോടി സലാത്തുകൾ ചൊല്ലാൻ, സലാം പറയാൻ, എൻ്റെ ഹബീബിനെ സന്തോഷിപ്പിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ പലരും ഇന്ന് കബറിലാണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ അല്ലാ, കബറിൽ സന്തോഷമേകണേ അല്ലാ, അദാബ് നൽകല്ലേ അല്ലാ. സിഹറുകൾ, കണ്ണേറുകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ബാത്തിലാക്കണേ അല്ലാ. പടച്ചോനെ, ഞങ്ങൾ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല റബ്ബേ. അപകട മരണം തരല്ലേ അല്ലാ, പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാ, കാവലേകണേ അല്ലാ, സുരക്ഷിതത്വം തരണേ അല്ലാ, ബദരീങ്ങളുടെ കാവൽ തരണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിൽ നൽകണേ അല്ലാ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ ആരംഭപ്പൂവിന്റെ പരിപൂർണമായ മുഖം കണ്ട് സന്തോഷിച്ച് ആ പ്രകാശവലയത്തിൽ പ്രണയത്തോടെ ചെന്ന് നിന്ന് ആ പ്രണയത്തിലായി പുഞ്ചിരിച്ചു മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. ഈ ദുനിയാവിലെ ചൂട് പോലും സഹിക്കാൻ കഴിയുന്നില്ല റബ്ബേ. നാളെ മഹ്ശറിൽ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ആരാരും തുണയില്ലാത്ത സമയത്ത് എൻ്റെ ഹബീബ്, എൻ്റെ ത്വബീബ്, എൻ്റെ ഷഫീഅ, എൻ്റെ സഫിയായ റസൂലുള്ളാഹ്, എൻ്റെ ഹബീബായ റസൂലുള്ളാഹ്, എൻ്റെ ത്വബീബായ റസൂലുള്ളാഹ് തങ്ങളെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമങ്ങേയാണ് തങ്ങളെ. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, ഈ പാപികളെ തിരിഞ്ഞു നോക്കാതിരിക്കല്ലേ ഹബീബേ, ഈ പാപികളെ കൈവിടിയല്ലേ സുബീബേ, ഈ പാപികളെ തിരിഞ്ഞു നോക്കാതിരിക്കല്ലേ നബിയേ. അങ്ങയോടല്ലാതെ പരാതി എവിടെ പറയാനാണ് തങ്ങളെ. ഉമ്മ പോലും, ഞങ്ങളെ പ്രസവിച്ച ഉമ്മ പോലും ഞങ്ങളെ തിരിഞ്ഞു നോക്കാത്തപ്പോ ഞങ്ങൾക്ക് വേണ്ടി ഓടി വരുന്ന റസൂലേ, താജ്ദാരേ മദീന, മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുക്കരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം തരണേ അല്ലാ. യാ റബ്ബനാ, വല്ലാത്തൊരു കൊതിയുണ്ട് അല്ലാ. ഞങ്ങളെ പടച്ച നാഥനായ നിന്നെയൊന്ന് കാണാൻ, നിന്നെ കണ്ട് നിന്റെ നൂറിലൊന്ന് ലയിച്ച് നിൽക്കാൻ വല്ലാത്ത കൊതിയാണ് അല്ലാ. നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ, നീ ഞങ്ങളിൽ നിന്ന് മുഖം തിരിക്കല്ലേ അല്ലാ. റബ്ബനാ റബ്ബനാ റബ്ബനാ, നീ മുഖം തിരിക്കല്ലേ അല്ലാ. റബ്ബനാ, പടച്ചവനെ, ഒരുപാട്
മക്കള് പരീക്ഷകൾ എഴുതുന്നുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ലാ. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയ്യത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ടോ എല്ലാം അറിയുന്ന റബ്ബേ, അവരുടെ മുറാദുകളെല്ലാം നീ ഹാസിലാക്കണേ അല്ലാ. ആമീൻ ആമീൻ ബിറഹ്മതിക يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.